രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ രാധയുടെ പ്രണയം 131 എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയൻ ലഭിക്കും, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച 12 മണിക്ക് മരണത്തിൻ്റെ രഹസ്യം തേടിയുള്ള യാത്ര. മരണത്തെയും ആത്മാവിനെയും കുറിച്ച് സത്യസന്ധമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ബുക്കേ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അത് കഠോപനിഷത്താണ്. അത് പഠിക്കാൻ യൂറോപ്യന്മാർ വരെ ഇവിടെ വരുന്നുണ്ട്. ആ കഠോപനിഷത്ത് ഇതാ നിങ്ങൾക്കായി അതിൻ്റെ വാതിലുകൾ തുറക്കുന്നു. എല്ലാ ബുധനാഴ്ചയും 12 മണിയാകുമ്പോൾ കഠോപനിഷത്ത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും ഭഗവാൻ അനുഗ്രഹിച്ചാൽ അഷ്ടപതി കിട്ടും. വെള്ളിയാഴ്ച ഭഗവാൻ അനുഗ്രഹിച്ചാൽ മോക്ഷത്തിന് വേണ്ടി ധമ്മപദം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊല്ലത്താണ്, എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് വരാം. കാസർഗോഡ് നിന്നും തൃശ്ശൂർ, എറണാകുളം, കോട്ടയത്ത് നിന്നൊക്കെ ആളുകൾ, തിരുവനന്തപുരം അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ബോയ്സിനും ലേഡീസിനും പ്രത്യേക ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്ന് പഠിക്കാം. അത് കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി, തികച്ചും സൗജന്യം. അതേ കണക്ക് അഷ്ടാവക്ര ഗീത, അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. നിശ്ചയമായും നിങ്ങൾ അഷ്ടാവക്ര ഗീത കാണണേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിരിക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. 131 എപ്പിസോഡ് അമ്മയുടെ കഥ പറയാൻ അനുവദിച്ച എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്കും രാധാകൃഷ്ണനും അവരുടെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അഷ്ടപതി 100ാമത്തെ എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞു. ആ 100ാമത്തെ എപ്പിസോഡിനെ കുറിച്ച് ഓരോ പ്രേക്ഷകരും അവർക്കുള്ള അഭിപ്രായം അയച്ചു തരുന്നുണ്ട്. നിരവധി പേരാണ് അയച്ചിരിക്കുന്നത്. അത് ഓരോ എപ്പിസോഡുകളിലായിട്ട് ഞാൻ ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പം രാധയുടെ പ്രണയത്തിലും കാണും, അഷ്ടപതിയുടെ വീഡിയോയിലും അത് കാണും. അപ്പോൾ ഇപ്പം അഷ്ടപതിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് 100 എപ്പിസോഡായപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് വരാം. ജയ് ശ്രീ രാധേ രാധേ. ശ്രീ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം അഥവാ അഷ്ടപതി എന്താ പറയുക, ഭക്തിരസപ്രദവും അതേസമയം ശൃംഗാരരസപ്രദവുമാണ്. അപ്പോൾ ഈ രാധേ രാധേ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമുക്കടെ ദിലീപ് സാറ് സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള ആ കാവ്യത്തെ നമ്മളെപ്പോലെയുള്ള ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ സാർ അത്ര ലളിതമായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ 100ാം എപ്പിസോഡിനോടടുക്കുകയാണ്. അപ്പോൾ ഈ ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം എന്നല്ലാതെ ഇതിനൊന്നും പറയാൻ പറ്റില്ല. ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ പേഴ്സണൽ ലൈഫാണ്. നമുക്കറിയാം, അത് ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഇല്ലാതെ ഭഗവാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കും അത് കേൾക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. അത്രയും അനുഗ്രഹമുള്ളവർക്ക് ഭഗവാനും രാധാറാണിയും തന്നെ വിചാരിക്കണം ഇന്നത് കേൾക്കണം, അല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയണേ. അപ്പോൾ അതിനൊക്കെ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും അത്രയധികം ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം അല്ലാതെ ഇതിനൊന്നും പറയാനായിട്ട് സാധിക്കില്ല, അതിൻ്റെ ആ പുണ്യം. അപ്പോൾ ഭഗവാന്റെയും രാധാറാണി അമ്മയുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം എനിക്കും ഇതിൽ അഷ്ടപതി പാടാനായിട്ട് സാധിച്ചു. അപ്പം ഇനിയും ഇതുപോലെ ആ ഭഗവാന്റെയും രാധാറാണി അമ്മയുടെയും കഥകൾ കേൾക്കാനും അത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ദിലീപ് സാറിനും എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ആശീർവാദവും ഭഗവാന്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ഭഗവാൻ അതിനായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത് കേൾക്കാനും പറഞ്ഞു തരാനും സാറിനും ആയുസ്സും ആരോഗ്യവും നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ശാലിനി. ഞാൻ കൊട്ടാരക്കര യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രാധേ രാധേ ചാനലിലെ അഷ്ടപതി 100ാം എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് സാറ് നമ്മളെ വൃന്ദാവനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയ ഒരു പ്രതീതിയാണ് നമുക്ക് അഷ്ടപതി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാര്യം ഇത്ര അർത്ഥങ്ങൾ മാത്രം പറഞ്ഞാണ് മറ്റുള്ള ചാനലുകാരൊക്കെ പോകുന്നത്. അതിനും അപ്പുറം നമ്മളെ അത്ര ആഴത്തിലോട്ട് ഇറങ്ങി സാർ അതിനെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലിരുത്തി മറന്നു പോവാത്ത രീതിയിൽ നമുക്കത് മനസ്സിലാക്കി തരുന്ന സാറിൻ്റെ ഈ അഷ്ടപതി ക്ലാസ് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും അത് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുന്നുണ്ട്. രാധാകൃഷ്ണന്മാരുടെ പ്രേമലീലകളൊക്കെ ഇത്ര രസകരമായി വിവരിച്ചിരുന്ന നമ്മുടെ സാറിന് ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുസ്സും ആരോഗ്യവും ഒക്കെ രാധാറാണിയമ്മയും കണ്ണനും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടല്ലോ. നിങ്ങൾ നിശ്ചയമായും വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി കേൾക്കണം. അഷ്ടപതിയുടെ ഒരു പുസ്തകം വാങ്ങിക്കണം. പുസ്തകം ഇല്ലാത്തവർക്കായി അതിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. പാടുമ്പം അതിൻ്റെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അത് കൊടുത്താൽ കടയിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് കിട്ടും. കമ്പ്യൂട്ടർ സെന്ററിൽ ദിവസം അഷ്ടപതിയുടെ ഒരു ശ്ലോകം വെച്ച് വായിച്ചേ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ചൊവ്വാഴ്ചത്തെ രാധയുടെ പ്രണയം കേട്ട് രാധാറാണി അമ്മയിൽ ഭക്തിയും ഉണ്ടായി. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അഷ്ടപതിയും വീട്ടിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദുരിതങ്ങളും മാറും. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായും നിങ്ങളത് കേട്ടിരിക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഞാൻ വിട്ടുപോയാലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. അതേ കണക്ക് രാധികാ കവചം 2 ഉണ്ട്. ആ 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയും ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് രാധാ സഹസ്രനാമം വരികളും കൂടെ വേണം സാറെന്ന് പറഞ്ഞു. അപ്പോൾ വരികൾ ഉൾപ്പെടെ യഥാർത്ഥ രാധാ സഹസ്രനാമം ഞാൻ ഒരിക്കൽ കൂടി ഇടുന്നതാണ്. നമ്മുടെ ആശ അതിൻ്റെ പണിപ്പുരയിലാണ്. കാരണം അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്, ഭയങ്കര പ്രയാസമുള്ളൊരു ജോലിയാണ്. അപ്പം നമ്മുടെ UK ആശയ്ക്ക് നിരവധി തിരക്കുണ്ട്. എന്നിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, സഹസ്രനാമം മുഴുവനും ആ പാടുന്ന വീഡിയോയ്ക്കകത്ത് അതനുസരിച്ച് എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോലിയാണ് സഹസ്രനാമം. നമ്മളൊരു കൊച്ചു വീഡിയോയിൽ എഴുതുന്നത് പോലെ അല്ല. അപ്പോൾ ആ സഹസ്രനാമം മുഴുവനും ആശ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആശയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആശ ഹൃദയത്തിൽ തട്ടിയ നന്ദി. അപ്പം നമുക്ക് തുടങ്ങാം. ഓർമ്മിക്കുക, ഇന്ന് നമ്മൾ രാധാകുണ്ഡിലേക്കാണ് പോകുന്നത്. ഓർമ്മ വയ്ക്കുക നിങ്ങൾ. രാധാകുണ്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വൃന്ദാവനമല്ല പ്രപഞ്ചത്തിലെ പരിശുദ്ധമായ സ്ഥലം, രാധാകുണ്ടാണ്. രാധാകുണ്ട് ഉള്ളത് കൊണ്ടാണ് വൃന്ദാവനത്തിന് ഇത്രയും പരിശുദ്ധി കൈവന്നത്. രാധാറാണിയെയോ ഭഗവാൻ ശ്രീകൃഷ്ണനെയോ സ്മരിക്കുമ്പോൾ നിങ്ങൾ രാധാകുണ്ടിനെ സ്മരിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രയോജനമില്ലെന്നറിയുക. നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്നവർ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരു നിമിഷം രാധാകുണ്ടിനെ നിങ്ങളൊന്ന് സ്മരിക്കണം. അതിനുശേഷം നിങ്ങൾ ഓം ശ്രീ രാധാകൃഷ്ണായ നമ എന്ന് പറയണം. അതിനുശേഷം വേണം എൻ്റെ പൊന്നു ഗുരുവായൂരപ്പാ എന്ന് വിളിക്കാൻ. അപ്പൊ രാധാകുണ്ട് പരമപവിത്രം. രാധാകുണ്ടിനെ പോലെ പരമപവിത്രമായ ഒരു സ്ഥലം വേറെ ഇല്ല. വൃന്ദാവനം പരമപവിത്രമായി തീർന്നത് രാധാകുണ്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ രാധാകുണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം. കാരണം അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡിൽ പറയുന്നത്. രാധാകുണ്ടിൻ്റെ മഹത്വങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്നും രാധാകുണ്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശരിക്കും വൃന്ദാവനം, വൃന്ദ കൂട്ടം വനം. അപ്പൊ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വൃക്ഷങ്ങൾ എന്നാണ് അതിനർത്ഥം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വൃന്ദാവനം നിറയെ വൃക്ഷങ്ങളാണ്. അതിനകത്ത് അതിമനോഹരമായ സുഗന്ധം പൊഴിക്കുന്ന പൂക്കള്, ഫ്രൂട്ട്സ്, ഫലങ്ങള്. ഇപ്പം മാവാണെങ്കിൽ മാങ്ങ, ചക്ക മരമാണെങ്കിൽ പ്ലാവാണെങ്കിൽ ചക്ക. നിങ്ങൾക്ക് മനസ്സിലാകാം, മാവും ചക്കയും മാത്രമല്ല, അപ്പം ഫലങ്ങൾ അതിനകത്തുണ്ട്. ഭഗവാൻ വ്രജവാസികളോടൊത്ത് ആനന്ദിക്കുന്നത് എവിടെയാണ്? ഈ വനങ്ങളിലാണ് ആനന്ദിക്കാനായിട്ട് എത്തുന്നത്. ഇവിടെ 12 പ്രധാനപ്പെട്ട വനങ്ങളുണ്ട്. ഈ 12 വനങ്ങളെ ചേർത്ത് ദ്വാദശ വനം എന്ന പേര് വിളിക്കും. വൃന്ദാവനത്തിൽ 12 പ്രധാനപ്പെട്ട വനങ്ങളുണ്ട്. ഈ പ്രധാനപ്പെട്ട വനങ്ങളെ നമ്മൾ ദ്വാദശ വനം എന്ന പേര് വിളിക്കും. അതുകൂടാതെ നിരവധി ചെറിയ വനങ്ങളുണ്ട്. അതിനെ ഉപവനം എന്ന പേരാണ് വിളിക്കുന്നത്. ഈ ദ്വാദശ വനവും ഉപവനവുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരുടെയും രാധാറാണിയുടെയും രാധാറാണിയുടെ സഖികളുടെയും പശുക്കളുടെയും വിഹാര രംഗമെന്ന് പറയുന്നത്. ഈ വനത്തിലാണ് കൃഷ്ണൻ പശുക്കളെ മേയ്ക്കാനെത്തുന്നത്, കൃഷ്ണൻ ആഹാരം കഴിക്കുന്നത്, കൃഷ്ണൻ വിശ്രമിക്കുന്നത്, ഭഗവാനും രാധാറാണിയും നൃത്തം ചവിട്ടുന്നത്,
ഭഗവാൻ രാധാറാണിക്ക് വേണ്ടി ഓടക്കുഴൽ വായിക്കുന്നത്. അവിടെ വെച്ചാണ് ഭഗവാന്റെ മടിയിൽ രാധാറാണി കിടക്കുന്നത്. ഭഗവാനും രാധാറാണിയും പരസ്പരം വാരിപ്പുണരുന്നത്. ഇവിടുത്തെ ലതാ നികുഞ്ചങ്ങളിൽ വെച്ചാണ് ഭഗവാനും രാധാറാണിയും പരസ്പരം ലയിച്ചൊന്നായി മാറുന്നത്. പരമപുണ്യം പരമപുണ്യം പരമപുണ്യം. രാധാകുണ്ട് സ്മരിക്കുന്നത് പോലും പരമപുണ്യം. കൃഷ്ണനും രാധാറാണിയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രാധാകുണ്ടിന് ചുറ്റും ആയിരക്കണക്കിന് വൃക്ഷങ്ങളാണുള്ളത്. ആ രാധാകുണ്ടിലെ വൃക്ഷങ്ങളിൽ പക്ഷികളുണ്ട്. അവിടൊക്കെ തന്നെ രാധാകുണ്ടില് വൃക്ഷങ്ങള്, പക്ഷികള്, മൃഗങ്ങള്, അവിടാണ് അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്. ഈ രാധാകുണ്ടിലെ വൃക്ഷങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള സാധാരണ വൃക്ഷങ്ങളല്ല. രാധാകുണ്ടിലെ പക്ഷികൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധാരണ പക്ഷികളല്ല. രാധാകുണ്ടിലെ മൃഗങ്ങളും സാധാരണ മൃഗങ്ങളല്ല. പിന്നെ ആരാണ്? രാധാകുണ്ടിലെ വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളുമൊക്കെ വലിയ ഋഷിമാരാണ്. മോക്ഷം നേടിയ കഠിന ഭക്തരായ രാധാകൃഷ്ണ ഭക്തരാണ്. അവർക്ക് രാധാകൃഷ്ണന്മാരുടെ ലീലകൾ നേരിട്ട് കാണണം. അപ്പൊ ഈ സന്യാസിമാര് ഭഗവാന്റെ അടുക്കൽ ചെന്ന് വരമായി വാങ്ങി, ഭഗവാനെ ഭഗവാനെ ഞങ്ങളെ കുറച്ചു നാൾ എവിടെ നിർത്തണം? വൃക്ഷങ്ങളായിട്ട് രാധാകുണ്ടിന്റെ സമീപം നിർത്തണേ. രാധാകുണ്ടിൽ അങ്ങും രാധാറാണിയും വന്ന് എത്ര സമയം ചെലവിടും? ഞങ്ങൾക്ക് രണ്ടുപേരെയും കൺകുളിർക്ക കാണണം. എന്നിട്ട് അവിടുത്തെ ലീലകള് കൺകുളിർക്ക ആസ്വദിക്കണം എന്ന് ഭഗവാനോട് പറയുകയും അതനുസരിച്ച് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെയും രാധാറാണി തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെയും അവിടെ വൃക്ഷങ്ങളാക്കുകയും പക്ഷികളാക്കുകയും മൃഗങ്ങളാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് പിന്നെന്താണ്, അവർക്ക് ഇഷ്ടമുള്ള വൈകുണ്ഠവോ ഗോലോകത്ത് അതും താമസിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവരിവിടെ വൃക്ഷങ്ങളായി കൺകുളിർക്ക നിൽക്കുന്നതിനും അവർക്ക് അവസരം ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. ഭാഗവതം ദശമസ്കന്ധത്തില് ആ വൃജ ഗോപികമാർ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ ജ്ഞാനികളായ, ഇവിടെ വൃക്ഷങ്ങളായി നിൽക്കുന്നതും മൃഗങ്ങളായി നിൽക്കുന്നതും ആരാന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഇവിടെ ജ്ഞാനികളായ സനകകുമാരന്മാരും സനത് കുമാരന്മാരും ആത്മാരാമന്മാരായ കുമാരന്മാരും നവയോഗീന്ദ്രന്മാരുമൊക്കെയാണ് ഭഗവാന്റെ അടുത്ത് പോയി ആ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ഇവിടെ പക്ഷികളും മൃഗങ്ങളും ഒക്കെയായി നിൽക്കുകയാണ്. അവർക്ക് രാധാകൃഷ്ണന്മാരെ കണ്ണറയെ കാണണം. കാരണം കൃഷ്ണനും രാധയും ഗോലോകത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എവിടെ വരും? രാധാകുണ്ടിൽ വരും. അപ്പൊ ഈ യോഗികൾക്ക് രാധാകൃഷ്ണന്മാരെ കാണണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേൾക്കണം. ഭഗവാൻ കാലികളെ മേയ്ക്കുന്നത് കാണണം. രാധാകൃഷ്ണ പ്രണയം അനുഭവിച്ചറിഞ്ഞങ്ങനെ തൃപ്തി അടയണം. അതിനു വേണ്ടി വരം പോലെ ചോദിച്ച് അവിടെ വൃക്ഷങ്ങളായി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ രാധാകുണ്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വൃക്ഷങ്ങളെ തൊട്ടു തൊഴുക. കാരണം അത് മരങ്ങളല്ലേ അല്ല, അത് വൃക്ഷങ്ങളല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. 500 വർഷങ്ങൾക്ക് മുമ്പ് ഗൗഡീയ വൈഷ്ണവ ഭക്തനായ ഒരു സിദ്ധ മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രബോധാനന്ദ സരസ്വതി പാദ എന്നായിരുന്നു. അദ്ദേഹം ഈ വൃന്ദാവനത്തില് രാധാകൃഷ്ണ ലീല കാണാൻ വേണ്ടി അദ്ദേഹം വൃന്ദാവനത്തിൽ വന്ന് തപസ്സിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ വൃക്ഷങ്ങളിൽ സന്യാസിമാര് നിൽക്കുന്നത്. ആ വൃക്ഷങ്ങളെ നോക്കുമ്പോൾ രാധാജിയുടെ അനുഗ്രഹത്താൽ ഓരോ വൃക്ഷവും ഏത് സന്യാസിയാണ്, ഓരോ പക്ഷിയും ഏത് സന്യാസിയാണ്, ഓരോ മൃഗങ്ങളും ഏത് സന്യാസിമാരാണ് എന്ന് തിരിച്ചറിയാൻ കൃഷ്ണന്റെയും രാധാജിയുടെയും അനുഗ്രഹം കൊണ്ട് പ്രബോധാനന്ദ സരസ്വതി പാദ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇത് വൃന്ദാവന മഹിമാമൃത എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തു എന്നുള്ളതിൽ നിങ്ങളെ എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു ബുക്ക് ഏതാണ്? വൃന്ദാവന മഹിമാമൃത എന്ന പുസ്തകമാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കണ്ടൊരു കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹം നോക്കുമ്പം ദൂരെ നിന്ന് ഓടക്കുഴൽ നാദം കേൾക്കുകയാണ്.
അദ്ദേഹം നോക്കിയപ്പോൾ കാണാം സാക്ഷാൽ കൃഷ്ണനും രാധാറാണിയും ഇങ്ങനെ വരികയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്താണ്? കൃഷ്ണനും രാധാറാണിയും ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് വൃക്ഷങ്ങൾ പൂവിടാൻ തുടങ്ങി. നിമിഷങ്ങൾ കൊണ്ട് വൃക്ഷങ്ങളെല്ലാം പൂവിട്ടു. നിമിഷങ്ങൾ കൊണ്ട് വൃക്ഷങ്ങളിൽ ഫലങ്ങളുണ്ടായി. എന്നിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ് രാധാകൃഷ്ണന്മാരെ വരവേൽക്കാനായിട്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ ഊതുന്നു. ഭഗവാന്റെ തോളിൽ ചാരി സാക്ഷാൽ രാധാറാണി ഇങ്ങനെ വരുന്നു. ആർക്കും രോമാഞ്ചമുണർത്തുന്ന കാഴ്ച. ഒന്ന് ചിന്തിച്ചു നോക്കേ. ആ രാധാകുണ്ടിനടുത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പീതാംബരവുമൊക്കെ ധരിച്ച് മുടിയിൽ മൈപ്പീലിയുമൊക്കെ ചൂടി ഓടക്കുഴലുമൊക്കെ വായിച്ചങ്ങനെ വരുന്നു. ഭഗവാന്റെ കൂടെ സാക്ഷാൽ രാധാറാണിയും വരുന്നു. അങ്ങനെ വന്ന് അവര് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്നു. അപ്പോൾ നമ്മുടെ പ്രബോധാനന്ദ സരസ്വതി പാത കാണുകയാണ്. എന്താണ് അദ്ദേഹം കാണുന്നത്? രാധാറാണി ഒരു വൃക്ഷത്തിൽ നിൽക്കുന്ന മരത്തിലേക്ക് ചൂണ്ടിക്കാട്ടി എന്തോ പറയുന്നു. കൃഷ്ണൻ രാധാറാണിയെ നോക്കി പുഞ്ചിരിക്കുന്നു. വീണ്ടും രാധാറാണി കൃഷ്ണനോട് അങ്ങനെ കൊഞ്ചുകയാണ്. കൊഞ്ചി ആ മരത്തിൽ നിൽക്കുന്ന ഫലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരി ഒഴിക്കുന്നു. എന്നിട്ട് രാധാറാണിയെ തന്നോട് ചേർത്ത് നിർത്തുന്നു. എന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ആ ഫലങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ആ സമയത്ത് വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? കൊമ്പുകൾ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നു. അപ്പോൾ കൃഷ്ണന്റെ നോട്ടത്താൽ ഫലങ്ങൾ അടർന്ന് രാധാറാണിയുടെ തൃപ്പാദങ്ങളിലേക്ക് വീഴുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രേക്ഷകരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ കണ്ട പ്രബോധാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. മഹാഭാഗ്യവാൻ, പുണ്യം ചെയ്ത പരമാത്മാവേ, നമുക്കൊക്കെ ഇനി എന്നാ ഇങ്ങനെ കാണാൻ പറ്റുന്ന? നോക്കേ, കൃഷ്ണനും രാധാജിയും വൃക്ഷത്തിന്റെ ചുവട്ടില് രാധാജി വളരെ പ്രണയത്താൽ കൊഞ്ചിക്കൊണ്ട് ആ നിൽക്കുന്ന മാവ് ചൂണ്ടി, അവിടെ നിൽക്കുന്ന മരം ചൂണ്ടി അതിലെ ഫലം വേണമെന്നിങ്ങനെ പറയുകയാണ്. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് രാധയെ ചേർത്ത് നിർത്തുന്നു. അപ്പോഴും തന്നെ ഇംഗിതം മനസ്സിലാക്കി വൃക്ഷമായി നിൽക്കുന്ന സന്യാസികൾ കൊമ്പിങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പൊ കൃഷ്ണന്റെ നോട്ടം ഇങ്ങനെ അതിലേക്ക് വരികയാണ്. അപ്പൊ ആ ഫലങ്ങൾ രാധാറാണിയെ കൊണ്ട് എത്തിപ്പിച്ച് എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല. ആ ഫലങ്ങൾ അടർന്നിങ്ങനെ താഴെ വീഴുകയാണ്. രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ വീഴുകയാണ്. രാധാറാണി അതിങ്ങനെ പറക്കി എടുക്കുകയാണ്. അത് കണ്ട് കൃഷ്ണൻ ഇങ്ങനെ സന്തോഷിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണനും രാധാജിയും കൂടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലങ്ങനെ ഇരിക്കുകയാണ്. രാധാജി ആ പഴങ്ങൾ എടുത്ത് വൃത്തിയാക്കുകയാണ്. ഇങ്ങനെ കൈകൊണ്ട് തുടച്ചു വൃത്തിയാക്കുകയാണ്. എന്നിട്ട് രാധാറാണി ആ പഴം കൃഷ്ണന്റെ നേർക്ക് നീട്ടുന്നു. അപ്പൊ കൃഷ്ണൻ പറയുന്നു, രാധേ നീ കഴിക്കൂ. അങ്ങനെയാണ് രാധാറാണി കഴിച്ചിട്ട് അത് പ്രസാദമായിട്ടേ കൃഷ്ണൻ കഴിക്കൂ. നമ്മളൊക്കെ പൂജാമുറിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ആഹാരം വെച്ചിട്ട് കൃഷ്ണ അങ്ങ് കഴിക്കണേ, എന്നിട്ട് ഭഗവാൻ കഴിച്ചതിന് നമ്മൾ പ്രസാദമായി കഴിക്കും. ആ ഭഗവാനാകട്ടെ സാക്ഷാൽ രാധാറാണിയോട് പറയുന്നു, നീ ഭുജിക്കൂ ആദ്യം, നീ കഴിക്കൂ ആദ്യം. അപ്പൊ രാധാറാണി ഒരു പഴം കുറച്ച് കടിച്ചതിന് ശേഷം ആർക്ക് കൊടുക്കുന്നു? കൃഷ്ണന് കൊടുക്കുന്നു. കൃഷ്ണനും ആ പഴം കഴിക്കുന്നു. എന്നിട്ട് രാധാജിക്ക് കൊടുക്കുന്നു. ആ കാഴ്ച കണ്ട് അത്ഭുത സ്തബ്ധരായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആര്? നമ്മുടെ പ്രബോധാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവര് രാധാകുണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ആ രാധാകുണ്ടിലേക്ക് ഇറങ്ങി അവരുടെ പ്രണയ ലീലകൾ അങ്ങനെ തുടങ്ങുകയാണ്. ആ പ്രണയലീലകൾ തുടങ്ങുന്ന അവസരത്തിൽ പിന്നെ മറ്റൊരാൾക്കും ഒന്നും കാണാൻ പറ്റില്ല. അവർക്ക് രാധാകുണ്ട് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രബോധാനന്ദ സ്വാമി പറയുകയാണ്, ഭഗവാനെ എന്നെയും കൂടെ ഇവിടെ ഒരു വൃക്ഷമാക്കൂ, എന്നെയും കൂടെ ഈ വൃന്ദാവനത്തിലെ ഒരു പക്ഷിയാക്കൂ. അങ്ങനെയെങ്കിൽ പക്ഷിയായിരുന്നെങ്കിൽ
ഭഗവാനെ അങ്ങ് വരുമ്പോൾ ഞാൻ പാട്ടുകൾ പാടി എതിരേറ്റേനെ. ഞാനൊരു വൃക്ഷമായിരുന്നെങ്കിൽ അങ്ങ് വരുമ്പോൾ കൊമ്പുകൾ താഴ്ത്തി തന്നേനെ. ഞാൻ ആ വൃക്ഷത്തിലെ ഫലമായിരുന്നെങ്കിൽ രാധാറാണിയുടെ തൃപ്പാദങ്ങളിലേക്ക് ഞാൻ അടർന്നു വീണേനെ. ഇതാണ് രാധാകുണ്ട്. തീർന്നില്ല, മറ്റൊരത്ഭുതത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ എപ്പിസോഡിൽ. 500 വർഷങ്ങൾക്ക് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീല രഘുനാഥ ദാസ ഗോസ്വാമി പാദ, അദ്ദേഹം കഠിന രാധാഭക്തനാണ്, കഠിന രാധാഭക്തൻ. അപ്പൊ 500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീല രഘുനാഥ ദാസ ഗോസ്വാമി, ഗോസ്വാമിമാരൊക്കെ ഓർമ്മിക്കുക, ഗോസ്വാമി എന്ന് പറഞ്ഞാൽ രാധാഭക്തരെ വിളിക്കുന്ന പേരാണ് ഗോസ്വാമിമാര്. അദ്ദേഹം രാധാകുണ്ടിന് സമീപം ഇരുന്ന് രാധാമന്ത്രം ജപിക്കുകയാണ്. ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ. ആ കണ്ണുകളടച്ച് രാധാജിയെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാം രാധാജിയും കൃഷ്ണനുമൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം. ആ രാധാകൃഷ്ണ ലീലകൾ അദ്ദേഹത്തിന് കാണാം. അദ്ദേഹം അതൊക്കെ കണ്ടിങ്ങനെ രോമാഞ്ചമണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രാധാറാണിയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. എന്താണ് ആ അത്ഭുതം എന്നല്ലേ പറയാം. ആ അത്ഭുതം ഞാൻ പറയാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയട്ടെ. ഇന്ന് ഞാൻ രാധാകുണ്ടിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. കാരണം 9-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 7-ാം തീയതിയാണ്. അത് മാത്രമല്ല 8-ാം തീയതി രാവിലെ ഞാൻ ഇവിടുന്ന് തിരിക്കുകയാണ്, അവിടേക്ക് ഞാൻ തിരിക്കുകയാണ് പോയി ഗുരുവായൂരപ്പനെ കാണാൻ. അത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു 2-3 ദിവസം ഭഗവാന്റെ സന്നിധിയിൽ തന്നെ കഴിയാനായിട്ട് തീരുമാനിച്ചു. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് എനിക്ക് രാധയുടെ പ്രണയം ഇടാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അല്പം തിരക്ക് പിടിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് രാവിലെയുള്ള ട്രെയിനിന് എനിക്ക് പോവുകയും വേണം. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ എപ്പിസോഡ് ഞാൻ അല്പം ചുരുക്കുകയാണ്. എങ്കിലും ഞാൻ ആ അത്ഭുതം എന്താണെന്ന് പറയാം. അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, അതേ രാധാകുണ്ടും ശ്യാമകുണ്ടും ഒന്ന് പുതുക്കി പണിയണം. പക്ഷെ പുതുക്കി പണിഞ്ഞാൽ അപ്പോൾ പിന്നെ ഭക്തജന പ്രവാഹത്തിൽ എനിക്കിവിടെ ധ്യാനത്തിലിരിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത വന്നു. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, എങ്കിലും ഇത് പുതുക്കി പണിയണം. പക്ഷേ രാധാജി തീരുമാനിക്കട്ടെ, ആ പഴയ പ്രതാപം കൊണ്ടുവരണം. പക്ഷെ ഇത് പുതുക്കി പണിയണമെങ്കിലും ഒരു സന്യാസിയായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഒരുപാട് ചെലവ് വരില്ലേ? ഒരു സാധാരണ സന്യാസിയായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ, എനിക്ക് രാധാകുണ്ടും ശ്യാമകുണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അത്യധികമായ ആഗ്രഹമുണ്ട് അമ്മേ. പക്ഷേ ഒരു സന്യാസി വര്യനായ ഞാൻ അത് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? അതിന് ഒരുപാട് ചെലവില്ലേ അമ്മേ? അമ്മയ്ക്ക് വിട്ടുതരുന്നു. ഈ ഭക്തന്റെ എളിയ ഒരാഗ്രഹമാണ് അമ്മേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ട് തീർന്ന് കണ്ണങ്ങോട്ട് തുറന്നപ്പ കാണാം അവിടെ ഒരു സംഘം തീർത്ഥാടകർ നിൽക്കുന്നു. അവര് ബദരിക ആശ്രമത്തിൽ നിന്ന് വന്ന ധനികരായ തീർത്ഥാടകരാണ്. അവര് ചോദിച്ചു, ഓ മഹാരാജ, അങ്ങാണോ രഘുനാഥദാസ ഗോസ്വാമി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാനാണ്. അപ്പൊ അവര് പറഞ്ഞു, നാരായണ നാരായണ, രാധാറാണി അമ്മേ, രാധാറാണി അമ്മേ. അപ്പൊ രഘുനാഥദാസ ഗോസ്വാമി ചോദിച്ചു, എന്താ കാര്യം? ആ ഭഗവാൻ ബദരി നാരായണൻ എനിക്ക് സ്വപ്നത്തിൽ ദർശനം തന്നു. ഭഗവാൻ ബദരി നാരായണനും രാധാറാണി അമ്മയും സ്വപ്നത്തിൽ ദർശനം തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭക്തൻ അവിടെ തപസ്സിരിക്കുകയാണ്. അപ്പൊ രാധാറാണി അമ്മ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഭക്തന് രാധാകുണ്ടും ശ്യാമകുണ്ടും നവീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കണ്ട് അത് നവീകരിക്കാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് രാധാറാണി അമ്മ
പറഞ്ഞു. രാധാറാണി അമ്മ ഒന്നുകൂടി പറഞ്ഞു, രഘുനാഥൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഭക്തനാണ്, അവന്റെ ആഗ്രഹം നീ സാധിക്കൂ, നിനക്ക് ജന്മജന്മാന്തര പാപം നശിച്ച് എന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങാണോ രഘുനാഥദാസ സ്വാമി? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മനോഹാരിത നമുക്ക് വീണ്ടെടുക്കണം. അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു. കാരണം രാധാറാണിക്കും ഭഗവാൻ ബദരി നാരായണനും എന്തുമാത്രം പ്രിയപ്പെട്ടതാണ്. രഘുനാഥദാസ സ്വാമിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുകുകയാണ്. അവരത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവര്. അപ്പൊ രഘുനാഥ ഗോസ്വാമി പറയുകയാണ്, അമ്മേ രാധാറാണി അമ്മേ, ജന്മം സഫലം അമ്മേ. ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന അമ്മയുടെ മന്ത്രം ഉരുവിടുന്ന എന്നെ അമ്മ കണ്ടോ? എന്റെ മനസ്സമ്മ വായിച്ചോ? എന്നോട് ഇത്രയും സ്നേഹമോ അമ്മേ, രാധാറാണി അമ്മേ, ഞാൻ ധന്യനായി. അദ്ദേഹം ഒന്ന് വിങ്ങി കരയുകയാണ്. അദ്ദേഹം തന്റെ ശിരസ് രാധാകുണ്ടിന്റെ സമീപമുള്ള മണ്ണിൽ മുട്ടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ രഘുനാഥൻ തൃപ്തനായി. ഇനി എനിക്ക് എന്താ വേണം അമ്മേ? അമ്മയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ഞാനെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. വന്ന ധനികരായ തീർത്ഥാടകരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ആ തീർത്ഥാടകര് ധനികരാണ്. അവരുടെ സഹായത്തോടു കൂടി രഘുനാഥ ഗോസ്വാമി പറഞ്ഞു, ആദ്യം രാധാകുണ്ട് പുതുക്കി പണിയണം. അത്ഭുതം വീണ്ടും വരാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് രാധാകുണ്ടങ്ങ് പുതുക്കി പണിഞ്ഞു. അതെങ്ങനെ? മനോഹരമായ ചതുർഭുജ ആകൃതിയാണ്. മനസ്സിലല്ലേ? അതായത് ക്വാഡ്രാങ്കിൾ, പരിപൂർണമായ ചതുർഭുജ ആകൃതിയിൽ നിർമ്മിച്ചപ്പോൾ എന്തൊരു മനോഹാരിതയാണ്. രഘുനാഥ ഗോസ്വാമി ആ രാധാകുണ്ടിനെ നമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ രാധാമ്മയാണ്, എന്റെ രാധാമ്മയാണേ, ഇത് പുതുക്കാൻ അമ്മ എന്നെ നിയോഗിച്ചതാണേ. അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞേ ഞാൻ പ്രിയപ്പെട്ടതാണെന്ന്. അമ്മേ, എന്റെ രാധാമ്മേ, ഭക്തവത്സലേ അമ്മേ, ഈ മകൻ ധന്യനായി. ഇനി ശ്യാമകുണ്ട് പുതുക്കി പണിയാൻ പോവുകയാണ്. അമ്മയും അനുഗ്രഹിക്കണം, ബദരി നാരായണനും അനുഗ്രഹിക്കണേ. അങ്ങനെ ശ്യാമകുണ്ടിന്റെ നവീകരണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ പറഞ്ഞു, നോക്കൂ, രാധാകുണ്ട് ചതുർഭുജമാണ്. അപ്പൊ അതേ ആകൃതി തന്നെ ശ്യാമകുണ്ടിനും വരണം. അതിന് മാച്ച് ചെയ്യണം. നമുക്ക് രണ്ടും ചതുർഭുജമാക്കണം. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ നിൽക്കുന്ന കുറെ വൃക്ഷങ്ങൾ വെട്ടിക്കളയേണ്ടി വരും. അപ്പൊ രഘുനാഥദാസൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഭഗവാന് വേണ്ടിയല്ലേ, രാധാകുണ്ടിന് തുല്യമാകണ്ടേ, അതുകൊണ്ട് നമുക്ക് നാളെ ഈ വൃക്ഷങ്ങൾ മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. അന്ന് രാത്രി രഘുനാഥ ഗോസ്വാമി നല്ല നിദ്രയിലാണ്. ആ നിദ്രയിൽ അദ്ദേഹം കാണുകയാണ് 5 തേജസ്സാർന്ന പുരുഷന്മാര് തൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് പറയുകയാണ്, രാധാറാണിക്കും ശ്രീകൃഷ്ണനും ഏറ്റവും പ്രിയപ്പെട്ട രഘുനാഥദാസ ഗോസ്വാമി, അങ്ങേക്ക് പ്രണാമം. അപ്പൊ രഘുനാഥ ഗോസ്വാമി ചോദിച്ചു, എന്താണ് വന്നത്? അങ്ങൊരു കാര്യം ആലോചിക്കുക. അങ്ങ് നാളെ മുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന 5 മരങ്ങളില്ലേ ഗോസ്വാമി, ഞങ്ങളാണ് ആ 5 മരങ്ങൾ, ഞങ്ങളെ സൂക്ഷിച്ചു നോക്കൂ. അപ്പൊ രഘുനാഥ ഗോസ്വാമി അവരെ സൂക്ഷിച്ചു നോക്കി. ഞങ്ങൾ പഞ്ചപാണ്ഡവരാണ്. ഇത് ആരാകുന്നു? യുധിഷ്ഠിരൻ. ഞാൻ അർജുനനാകുന്നു. ഇത് ഭീമസേനൻ. ഇത് നകുലനും സഹദേവനുമാണ്. അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെ മുറിക്കരുതേ, ഞങ്ങളിവിടെ വൃക്ഷങ്ങളായി നിന്ന് രാധാകൃഷ്ണ ലീലകൾ കണ്ട് ആസ്വദിക്കുകയാണ്. രാധാറാണിയും കൃഷ്ണനും ഒന്നിച്ചു വരുന്നത് ആസ്വദിക്കുകയാണ്. ഈ വൃക്ഷങ്ങളായ ഞങ്ങളാണ് കൊമ്പുകൾ താഴ്ത്തി രാധാറാണിക്ക് ഫലങ്ങൾ ഇട്ടു കൊടുക്കുന്നത്. ഞങ്ങളെ മുറിക്കരുതേ, ഞങ്ങളുടെ രാധാദർശനം മുടക്കരുതേ, ഞങ്ങളുടെ കൃഷ്ണ ദർശനം മുടക്കരുതേ. രാധാകൃഷ്ണന്മാരെ ഒന്നിച്ചു കാണുക
അത്യപൂർവം, അപൂർവം, അത്യപൂർവം. രഘുനാഥസ്വാമി അങ്ങ് രാധാഭക്തനല്ലേ? അങ്ങ് പറഞ്ഞാൽ രാധാമ്മ കേൾക്കും, അങ്ങ് പറഞ്ഞാൽ കൃഷ്ണനും കേൾക്കും, ഞങ്ങളെ മുറിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ രഘുനാഥദാസസ്വാമി പറഞ്ഞു, അങ്ങനെ ആകട്ടെ. അങ്ങനെ അടുത്ത ദിവസം മറ്റേവര് ധനികരായ തീർത്ഥാടകരോട് പറഞ്ഞു, നോക്കൂ, നമുക്ക് ഈ 5 വൃക്ഷം മുറിക്കണ്ട, ഇത് പഞ്ചപാണ്ഡവരാണ്, അവരുടെ എല്ലാം അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും ശ്യാമ കൊണ്ട് നിർമ്മിക്കുകയാണ്. അപ്പൊ ചതുർഭുജം വരാൻ പറ്റത്തില്ല. അങ്ങനെ ശ്യാമ കൊണ്ട് വളഞ്ഞു ഒരു വക്രമായ രീതിയിലാണ്, ക്രോപ്ഡ് ഷേപ്പിലാണ് അത് വന്നിരിക്കുന്നത്. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർ രാധാകുണ്ടും ശ്യാമകുണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഒന്ന് ഓർത്ത് നോക്കേ നിങ്ങളുടെ മനസ്സിൽ. രാധാകുണ്ടിന്റെ ഷേപ്പല്ല ശ്യാമകുണ്ടിന്, ഇങ്ങനെ വളഞ്ഞു വരികയാണ്. ആ വളഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴാണ് രഘുനാഥ ഗോസ്വാമി അടുത്ത അത്ഭുതം കാണുന്നത്. അത് എന്താണ്? ത്രിഭംഗ സുന്ദരനായ കൃഷ്ണരൂപമായി മാറി. നിങ്ങൾ ഇനി രാധാകുണ്ടി ചെല്ലുമ്പോൾ സൂക്ഷിച്ചു നോക്ക്. ആ രാധാകുണ്ട് ഏതാണ്? ത്രിഭംഗ സുന്ദരനായ പുരുഷരൂപമാണ്. അതായത് രാധാറാണിയുടെ പ്രണയത്തിന്റെ ഭാരം, രാധാറാണിയുടെ പ്രണയത്തിന്റെ ഭാരം സഹിക്കാൻ വയ്യാതെ ഭഗവാന്റെ 3 ഭാഗങ്ങൾ വളഞ്ഞ് സുന്ദരമായി മാറി. രാധാറാണിയുടെ പ്രണയത്തിന്റെ ഭാരം കൃഷ്ണന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ത്രിഭംഗനായി മാറി, 3 ഇടം വളഞ്ഞു. അതിനെക്കുറിച്ച് അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. അതിങ്ങനെ പറയുന്നത്, ത്രിഭംഗ സുന്ദര ദേഹ മുരളി വദന പീതാംബര വനമാല മദന മോഹന. അതായത് രാധാറാണിയുടെ പ്രണയഭാരം സഹിക്കാൻ വയ്യാതെ ഒന്ന് വളഞ്ഞ ഭഗവാൻ ഒരു കാലെടുത്ത് മറുകാലിന്റെ പുറത്തുകൂടെ വെച്ചു ഈ ഭാരം താങ്ങാൻ. എന്നിട്ട് തൻ്റെ ഓടക്കുഴലെടുത്ത് ചുണ്ടിൽ ചേർത്ത് വച്ചിരിക്കുന്ന ആ രൂപം അല്ലേ, ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ്, കണ്ടില്ലേ, ഒന്ന് ചരിഞ്ഞ് ആ ഓടക്കുഴലെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ രൂപം. ആ സമയത്ത് ശ്രദ്ധിച്ചാൽ ഭഗവാന്റെ മനോഹരമായ ശരീരം 3 ഭാഗത്തെ രാധാറാണിയുടെ പ്രണയഭാരം കൊണ്ട് വളഞ്ഞിരിക്കുകയാണ്. അത് അതിമനോഹരമായ രൂപം. സാധാരണ കൃഷ്ണനെ കാണുന്നതിനേക്കാൾ അതിമനോഹരം. ഓടക്കുഴലൊക്കെ ചുണ്ടിൽ വെച്ച്, പീതാംബരം ധരിച്ച്, വനമാല ധരിച്ച്, കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന തരത്തിൽ. സാധാരണ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആളാണ് കാമദേവൻ. ഇവിടെ കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന തരത്തിൽ 3 ഇടത്ത് വളഞ്ഞ് ചുണ്ടുകളിൽ ഓടക്കുഴലും വെച്ച് രാധാറാണിയുടെ പ്രണയഭാരമായി നിൽക്കുന്ന ത്രിഭംഗ സുന്ദരൻ ഭഗവാൻ. അങ്ങനെ നിൽക്കാനാണ് താല്പര്യം. ഓർമ്മിക്കുക, ഇവിടെ പാണ്ഡവര് മാത്രമല്ല, നിരവധി ദേവന്മാര്, അഷ്ടവസുക്കള്, ദിവ്യ പുരുഷന്മാര്, നരദേവന്മാര്, അവതാര പുരുഷന്മാരൊക്കെ രാധാകുണ്ടിൽ വൃക്ഷങ്ങളായി നിൽക്കുകയാണ്, പക്ഷികളായി ഇരിക്കുകയാണ്, മൃഗങ്ങളായി ഇരിക്കുകയാണ്. ഇനി വൃന്ദാവനത്തിൽ പോകുമ്പോൾ കാണുക, രാധാകുണ്ട് ചതുർഭുജം, ശ്യാമകുണ്ട് ത്രിഭംഗ സുന്ദരനാണ്. അങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശ്യാമകുണ്ടിന്റെ പണിയും പൂർത്തിയായി. രഘുനാഥ ഗോസ്വാമി ശ്യാമകുണ്ടിനെയും വണങ്ങി. നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും വണങ്ങാം. ഭഗവാനേ ശ്രീകൃഷ്ണ, എന്നെയും രാധേ രാധേ ചാനലിൽ രാധയുടെ പ്രണയം കാണുന്നവരെയും ഞങ്ങളെ ആ രാധാകുണ്ടിൻ്റെ അടുത്ത് ഒരു മരമായിട്ടെങ്കിലും ജനിപ്പിക്കും ഭഗവാനേ. അത് കഴിയില്ലെങ്കിൽ അവിടുത്തെ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ഞങ്ങളെ ജനിപ്പിക്കണേ കൃഷ്ണ. രാധാറാണി അമ്മേ, ഞങ്ങൾക്ക് രാധാകുണ്ടിൻ്റെ അടുത്ത് ഒരു വൃക്ഷമായി നിൽക്കണം. അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയില്ലെങ്കിൽ രാധാകുണ്ടിനടുത്തൊരു പുല്ലായെങ്കിലും നിൽക്കണം. കാരണം ഞങ്ങൾക്ക് കാണണം ഭഗവാനും രാധാറാണിയും വരുന്നത് ഞങ്ങൾക്ക് കാണണം. അങ്ങനെ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾക്ക് വൃക്ഷങ്ങളായ ഞങ്ങൾക്ക് കൊമ്പുകൾ താഴ്ത്തി രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ ഫലങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യണം. ഞങ്ങളുടെ പൂക്കൾ രാധാറാണിയുടെ തൃപ്പാദങ്ങളിലേക്ക് കൊഴിച്ചിടണം. രാധാകുണ്ടിലേക്ക് ഇറങ്ങി നിങ്ങളുടെ സ്നേഹലീലകൾ, നിങ്ങളുടെ പ്രണയലീലകൾ ഞങ്ങൾക്ക് കാണണം ഭഗവാൻ.
ഭഗവാനേ കുപ്പിവളയിട്ട് വരുന്ന രാധാറാണിയെ ഞങ്ങൾക്ക് കാണണേ, ത്രിഭംഗ സുന്ദരനായ കൃഷ്ണനെ കാണണേ. എനിക്കും രാധേ രാധേ ചാനൽ കാണുന്നവർക്കും ഭഗവാനേ രാധയുടെ പ്രണയം കാണുന്നവർക്കും എനിക്കും ആ ഭാഗ്യം തരണേ. ഒരു മരമായി ഒരു പുല്ലായി നിർത്തണേ. ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് കാണണം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.